Hello guys, welcome to German language class day 2 A1. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്തൊക്കെയാണെന്ന് വീഡർ ഹോളിംഗ് ചെയ്തിട്ട്, വീഡർ ഹോളിംഗ് എന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഡേ 1 പഠിച്ചത് നമ്മൾ ഗ്രൂസൻ ചെയ്യാനായിരുന്നു. അതായത് ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ ടാഗ്, ഗുട്ടൻ ആബൻഡ്, ഗുട്ടൻ ആക്ട്. അത് കഴിഞ്ഞ് നമ്മൾ സിഷ് ഫോർസ്റ്റലൻ, അതായത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അത് നമ്മൾ പഠിച്ചു. വിഷ്ടിഗ വ്യോട്ടർ പഠിച്ചു. നമ്പേഴ്സ് നമ്മൾ പഠിച്ചില്ല, നമുക്ക് തവണ പഠിക്കാം. അപ്പം നമുക്ക് പുതിയ വാക്കുകൾ നോയ വ്യോട്ടർ എന്ന് ആദ്യം കുറച്ച് നോക്കാം. ഡെർമാൻ, നമ്മൾ ജർമ്മനിയിലെ എല്ലാ വസ്തുക്കൾക്കും ആർട്ടിക്കിളുണ്ട്. നമുക്ക് പക്ഷേ നമ്മുടെ ലാംഗ്വേജിൽ അങ്ങനെയല്ലല്ലോ. നമുക്ക് പേനയ്ക്കും പെൻസിലിനും ആണ് പെണ്ണ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ജർമ്മൻ ലാംഗ്വേജിൽ എല്ലാ സാധനങ്ങൾക്കും ജെൻഡറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സാധനം പഠിച്ചാലും ജെൻഡർ വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക. കാരണം നമുക്കപ്പോൾ ഓർമ്മ നിൽക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ആ വാക്ക് പഠിക്കുമ്പോൾ ആ ആർട്ടിക്കിളും കൂടെ ചേർത്ത് പറയുന്നതാണ്. അതായത് 3 ആർട്ടിക്കിൾ: ഡെർ, ദീയ്, ദസ്. ഡെർ എന്ന് പറഞ്ഞാൽ മാസ്കുലിൻ, ദി എന്ന് പറഞ്ഞാൽ ഫെമിനിൻ, ദസ് എന്ന് പറഞ്ഞാൽ നോയിട്രം, അതായത് ന്യൂട്രൽ. പിന്നെ വരുന്ന ദി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്ത് സാധനം ഉണ്ടോ അതൊക്കെ പ്ലൂറലാണ്. അതിന് നമ്മൾ ദി എന്ന് തന്നെയാണ്. ഫെമിനിനും ദി ആണ്, പ്ലൂറലും ദി ആണ്. അത് ഓർത്തിരിക്കുക. അപ്പം ഡെർ മാൻ എന്ന് പറഞ്ഞാൽ മാൻ, നമ്മുടെ ലാംഗ്വേജിൽ പോലെ തന്നെ. ദി ഫ്രൗ എന്ന് പറഞ്ഞാൽ വുമൺ. ദസ് കിൻഡ് എന്ന് പറഞ്ഞാൽ കിൻഡ്, അതായത് ചിൽഡ്രൻ. ദി ഫാമിലിയെ എന്ന് പറഞ്ഞാൽ ഫാമിലി. നമ്മൾ ഈ വെച്ച് എൻഡ് ചെയ്യുന്നതൊക്കെ എ എന്ന രീതിയിൽ വേണം പ്രൊനൗൺസ് ചെയ്ത് നിർത്താൻ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ദി ഫാമിലി എന്നല്ല പറയാം, ദി ഫെമിലിയെ. ഈ എൻഡിലായതുകൊണ്ട് എ എന്ന രീതിയിലേ നിർത്തത്തുള്ളൂ. പിന്നെ ഡെർ ഫ്രോയിൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ദി ഫ്രോയിൻഡിൻ എന്ന് പറഞ്ഞാൽ ഫെമിനിൻ ഫ്രണ്ട്, അതായത് ഫീമെയിൽ ഫ്രണ്ട്. പിന്നെ ദസ് ഹൗസ്. ദി ഷൂളെ എന്ന് പറഞ്ഞാൽ സ്കൂള്. ദി ആർബൈറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക്. ദസ് ബുക്ക്, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ദസ് ബുക്ക്, നമ്മൾ ബുക്ക് എന്നല്ല പറയാം, ബുക്ക്, അത് ബുക്ക്, നമ്മുടെ ലാംഗ്വേജ് പോലെ തന്നെ. പിന്നെ നമ്മൾ വേറെ കുറച്ച് സെൻറ്റൻസ് പഠിക്കുകയാണ് ഇന്ന്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസ്. അതായത് ഇഷ് ബിൻ അന്ന. ഇഷ് ബിൻ അന്ന എന്ന സ്ഥാനത്ത് നമ്മുടെ പേര് ചേർത്ത് പറയാം. ഇഷ് ബിൻ എന്താണെന്ന് വെച്ചാൽ പേര്. എർ ഈസ് മൈൻ ഫ്രോയിൻഡ്, അതായത് അവൻ എൻ്റെ ഫ്രണ്ടാണ്. ഹീസ് മൈ ഫ്രണ്ട്. സി ഈസ്റ്റ് മൈനെ ഫ്രോയിൻഡിൻ, അവൾ എൻ്റെ ഫ്രണ്ടാണ്. വിയർ സിൻറ്റ് ഐനെ ഫാമിലിയെ. വിയർ സിൻറ്റ് ഐനെ ഫാമിലിയെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലിയാണ്. ദസ് ഈസ് മൈൻ ഹൗസ്. ദസ് അത് എൻ്റെ വീടാണ്. ഇഷ് ഹാബെ ഐൻ ബുക്ക്, എനിക്കൊരു ബുക്കുണ്ട്. നമ്മൾ ഈ സെൻറ്റൻസിലെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ടാമത് വരുന്നത്, അതായത് ഇഷ് ബിൻ എന്നുള്ള വെർബാണ്. എർ ഈസ്റ്റ് എന്ന് പറഞ്ഞ വെർബാണ്. സെക്കൻഡ് പൊസിഷനിലായിരിക്കണം വെർബിൻ്റെ പൊസിഷൻ എപ്പോഴും. അതിനൊരു മാറ്റവും വരാൻ പാടില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് പൊസിഷനിലായിരിക്കണം വെർബ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ആ സെൻറ്റൻസ് ഏകദേശം കറക്റ്റ് ആവും. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാഗെ വ്യോട്ടറാണ്. അതായത് നമ്മൾ ഒരാളുടെ പേരെങ്ങനെയാണ് ചോദിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ആയിട്ട്. ഓക്കെ, വി ഹൈസ് ഡു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പേര്, വാട്ട് ഈസ് യുവർ നെയിം. വോ വോൺസ് ഡു എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്, അതായത് വേർ ഡു യു ലീവ്. വി ആൾട്ട് ബിസ് ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് അങ്ങനെ ചോദിക്കാം. ഹാസ് ഡു ഐൻ ബുക്ക്, നിങ്ങൾക്കൊരു ബുക്കുണ്ടോ. ഡു യു ഹാവ് എ ബുക്ക്. ഈസ് ദസ് ദെയിൻ ഹൗസ്, അത് നിങ്ങളുടെ വീടാണോ. അപ്പോൾ ഇതൊക്കെ ഫ്രാഗെ വ്യോട്ടറാ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പേഴ്സാണ്. നമ്പേഴ്സ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എൽഫ് ടു സ്വാൻസിഷ് ആണ്. അതായത് 11 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സാണ്. നമ്മൾ പക്ഷേ 1 തൊട്ട് 10 വരെയുള്ള നമ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അതൊന്നും നമുക്ക് റിവൈസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞ് നമ്മൾ ഓർഡറിൽ ഞാൻ പറയാം, അപ്പം ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഐൻസ്, സ്വൈ, ദ്രൈ, ഫിയർ, ഫ്യുൻഫ്, സെക്സ്, സീബൻ, ആക്ട്, നോയൻ, സെയ്ൻ. ഇതാണ് 10 വരെ.
ഇത് പഠിച്ചിട്ട് വേണം ബേസിക്കായിട്ട് 10 വരെ പഠിക്കുക. അതിനുശേഷം 20 വരെ പഠിക്കുക. 20 ഞാൻ പ്രൊനൗൺസ് ചെയ്ത് കേൾപ്പിക്കാം. 11 തൊട്ട് ഞാൻ പറയാം. എൽഫ്, സ്വൽഫ്, ദ്രൈസേ, ഫിയസേ, ഫ്യുൻസേ, സെഗ്സേ, സീബ്സേ, ആക്സേ, നോയൻസേ, സ്വാൻസിഷ്. ഓക്കെ, അങ്ങനെ നമ്മൾ 20 വരെ നമ്പേഴ്സ് ഇപ്പം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ പഠിക്കണം, എഴുതി പഠിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളത് കുറച്ച് 1-2 വട്ടം എഴുതി അല്ലെങ്കിൽ ചൊല്ലി കഴിയുമ്പോൾ അത് യൂസ് ചെയ്യുക. അപ്പത്തിനും അത് ഇതായിക്കോളും, പഠിച്ചോളും. അത് ഭയങ്കര ടഫാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ? പുതിയ കുറച്ച് വാക്കുകൾ പഠിച്ചു, നമ്മൾ നമ്പേഴ്സ് പഠിച്ചു, ചെറിയ സെൻറ്റൻസ് പഠിച്ചു. നമ്മളിന്ന് ഫ്രാഗൻ പഠിച്ചു. ക്വസ്റ്റ്യൻ ചോദിക്കാൻ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ റിവൈസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അല്ലാതെ പേഴ്സണലൈസ്ഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്ക് മെറ്റീരിയൽസ് ഉൾപ്പെടെ, അതായത് ഞാൻ ഗോയിത്തലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ എല്ലാ 4 മൊഡ്യൂൾസിൻ്റെ മെറ്റീരിയൽസ് ഉൾപ്പെടെ ആയിരിക്കും. ഇൻഡിവിജ്വൽ കറക്ഷൻ, ഷ്രൈബനും എക്സ്പ്രഷനും എല്ലാം ഉൾപ്പെടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ക്ലാസ് വേണ്ടെന്നുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്. നമ്മുടെ വീഡിയോ ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.